ആഴ്ച ട്രെയിനിലാണ്. ട്രെയിനിൽ അതായത് നിജാമുദ്ദീൻ എറണാകുളം പോകുന്ന വേണ്ടി. ഇപ്പോൾ കർണാടക എത്താൻ പോകുന്നു. രത്നഗിരി കഴിഞ്ഞു. സോറി, ഗോവ. ഒരുപാട് ആൾക്കാരുണ്ട്. ഒരുപാട് ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ ഇത് ലോക്കൽ കമ്പാർട്ട്മെൻറ്റിൽ ഇരിക്കാം. ഇപ്പോൾ റിസർവേഷൻ നോക്കാം. ഓക്കെ, കുറേ അവിടെ കുറേ ഇവിടെ. അപ്പോൾ കണ്ടില്ല, അതായത് റിസർവേഷൻ കോച്ച് ഒരു 10 കോച്ചുകൾ ചുരുക്കുകയാണ്. എല്ലാം വെയിറ്റിംഗ് ലിസ്റ്റാണ്. നിലത്തും ബാത്റൂമിൻ്റെ ഏറ്റവും അപ്പുറവും ഇപ്പുറവും എല്ലാം കിടന്നിട്ടാണ്. എന്താ ചെയ്യും, പൈസയും കൊടുത്തിട്ടില്ല, ഇങ്ങനെ പോകണം. ഫുൾ ക്യാഷ് വാങ്ങിയിട്ട് ഞാൻ പറയുന്നു, ഈ 10 സ്ലീപ്പർ അത് 20 ആക്കണം. പിന്നെ നിങ്ങൾ എന്തെങ്കിലും ഒരു ടിക്കറ്റ് കൊടുക്കുന്നത് പാവങ്ങൾ എടുങ്ങാറാക്കി ഫുള്ള് കേസ് കണ്ടിട്ട് ബാത്റൂമിൻ്റെ സൈഡിൽ അവിടെ ഇവിടെയൊക്കെ കിടന്ന് യാത്ര ചെയ്യേണ്ടിക്കണ്ടേ. അവർക്ക് നാട്ടിൽ പോകണം വരണോ, അല്ലെങ്കിൽ ട്രെയിനിൻ്റെ എണ്ണം കൂട്ടുക, അതുമില്ല. മിക്ക ട്രെയിനിൽ ഇങ്ങനത്തെ അവസ്ഥ. അതിപ്പോൾ വരുന്നത് പറഞ്ഞാൽ നാഗ്പൂറിന് അമരാവതി പോയി, അമരാവതിയിൽ ബോംബെയിലേക്ക് വന്ന്, ബോംബെയിൽ ഇപ്പോൾ നാട്ടിലേക്ക് പോകും. ഞാൻ വരുന്ന ട്രെയിനിൽ ഇതാ അവസ്ഥ. ഫുൾ ആളെന്ന് പറഞ്ഞാൽ അമ്മതിരാണ്. അതുകൊണ്ട് നിങ്ങളുടെ കോച്ചിൻ്റെ എണ്ണം കൂട്ടുക, അതേപോലെ തന്നെ ജനറൽ കോച്ചിൻ്റെ എണ്ണം കൂട്ടുക, അതും കൊണ്ടുവരിക. ഇവരുടെ കേസ് വേണം, സൗകര്യം ചെയ്തു കൊടുക്കും. എന്ത് സർക്കാരായിരുന്നു എടോ? സർക്കാർ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങളെ സർക്കാർ. ജനങ്ങളാണ് നിങ്ങളെ ഭരിക്കാൻ അങ്ങോട്ട് വിടുന്നത്. ജനങ്ങളെ സംരക്ഷണത്തിന് വേണ്ടി ജനങ്ങളെ ചൂഷണം ചെയ്യുന്നത് പാവം ജനങ്ങൾ. അവർക്കൊന്നും അറിഞ്ഞിരിക്കും. എല്ലാം അറിഞ്ഞ് എന്ന് വരില്ല. എല്ലാവർക്കും എല്ലാം അറിഞ്ഞ് എന്ന് വരില്ല. അപ്പോൾ എന്നെപ്പോലത്തെ ഒരുപാട് ആൾക്കാരുണ്ടാവും ഒന്നും അറിഞ്ഞുവിടാത്ത ആൾ. ഫുള്ള് ടിക്കറ്റും എടുത്ത് അവിടെ ഇവിടെയും കിടന്നിട്ട് നാട്ടിലേക്ക് പോകേണ്ട അവസ്ഥ. എന്താ ചെയ്യും? പിന്നെ നിങ്ങളിതിന് ടിക്കറ്റ് കൊടുക്കുന്നത്, ടിക്കറ്റ് കൊടുക്കാൻ പാടില്ലല്ലോ. വെയിറ്റിംഗ് ലിസ്റ്റ് ആകുമ്പോൾ ടിക്കറ്റ് കൊടുക്കരുത്. ടിക്കറ്റ് ഫുള്ളാന്ന് തന്നെ പറഞ്ഞേക്കണം. ടാക്സിൽ ഫുള്ളാന്ന് പറയുന്നില്ല, അതേപോലെ പറയണം. വെറുതെ അല്ലാണ്ട് ജനങ്ങളെ ചൂഷണം ചെയ്തിട്ട് കോടികളെ എമ്പാടായിരുന്നു. പാവങ്ങളാണ് നിങ്ങൾക്ക് വോട്ട് ചെയ്ത് നിങ്ങളെ ഭരിക്കാൻ പാടില്ല. അല്ലാണ്ട് നിങ്ങൾ തറവാട്ട് വകയെന്നല്ല നിങ്ങളെ ഭരിക്കുന്നത്. അത് ആദ്യം മനസ്സിലാക്കുക. നമ്മളാട് കൂടി മന്ത്രിമാരെല്ലാം പോകുന്നതുകൊണ്ടായിരിക്കും അവനവൻ്റെ തറവാട്ട് വകയല്ല ഇതാണ്. അവിടെ പാവങ്ങൾ ജനങ്ങൾ വോട്ട് ചെയ്തിട്ട് നിങ്ങളെ സ്ഥാനത്താണ് പറഞ്ഞിരിക്കുന്നത്. ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയില്ല, അല്ലാണ്ട് ജനങ്ങളെ ചൂഷണം ചെയ്യാൻ വേണ്ടിയില്ല. ആജുകർ ബൈ സിറ്റി വലിയായിട്ട്. പിന്നെ നിങ്ങൾ ചോദിക്കും ഇനി ടിക്കറ്റ് എടുത്തിനോ? പിന്നെ ഈ പാവങ്ങൾ ഇങ്ങനെ ടിക്കറ്റ് എടുത്തിട്ട് ഇങ്ങനെ വരുന്നു. ഞാനെന്തിനാ ടിക്കറ്റ് എടുക്കുന്നു? ഈ ടിക്കറ്റ് എടുക്കണം. ഇങ്ങോട്ട് വരെ ടിക്കറ്റ് എടുത്തൊക്കെ ചോദിച്ചു ഞാൻ മറുപടി പറഞ്ഞു. അതിൻ്റെ മറുപടി എനിക്കറിയാം. അണ്ടർസ്റ്റാൻഡ്? യെസ്, സിറ്റി വലിയാണ്. അപ്പോൾ ഈ അബി ഇപ്പോൾ എത്തുമ്പോൾ ഗോവ എത്തുമ്പോൾ ഗുഡ് ബൈ. ഇപ്പോൾ അതേപോലെ തന്നെ കൊറോണ മണ്ഡലത്തിൽ തുടങ്ങിയിട്ടുണ്ട്. ചൈനയിലൊരു പ്രശ്നമില്ല. 1-2 ഒക്കെ വന്നതിന് ശരി തന്നെ, വൈറസ് ഉണ്ട് ശരിയാണ്. പക്ഷേ ചൈനയിൽ നേരെ വരുന്നത് പിന്നെ കേരളത്തിലേക്കാണ്. എല്ലാവരും ആരും പുറത്തേക്ക് കയറി, എല്ലാം ഉള്ളിൽ തന്നെ കുത്തിരിക്കണം. ഇനിയിപ്പോൾ സർക്കാരും ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരും ജനങ്ങളെ പേടിപ്പിക്കാൻ തുടങ്ങി. എന്നിട്ട് ജനങ്ങളെ പേടിപ്പിച്ച് കഴിഞ്ഞ് കൊറോണ വന്നിട്ട് എന്നാ സംഭവിച്ച അതേപോലെ എല്ലാം ലോക്ക് ചെയ്യും. പ്രവാസികളെ ലോക്ക് ചെയ്യും. പിന്നെ ട്രെയിൻ അങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ പോകുമ്പോൾ അകലം പാലിക്കാൻ അകലം പാലിക്കും. എന്നിട്ട് അവർ ഇതിൻ്റെ പേരും പറഞ്ഞ് കോടികൾ കക്കും. ഇവർ കക്കേണ്ട ഒരു അവസരം വരുന്നത്. ആ അവസരം നാട്ടുകാരെ നിങ്ങൾ ചെയ്തു കൊടുക്കരുത്. കൊറോണ വന്നോട്ടെ, ജനിച്ചിട്ടിൻ്റെ മരിക്കൂടെ ഉറപ്പാണ്. അതിപ്പോൾ നിങ്ങൾക്ക് പേടി. ഒരു യൂട്യൂബർ കണ്ടുവല്ലോ ചൈനയിൽ വൈറസ് ഉണ്ടെന്ന് പറയുന്നത് ശരി തന്നെ. പക്ഷേ ആരും ഒന്നും ശ്രദ്ധിക്കുന്നില്ല. എല്ലാം മാർക്കറ്റിൽ പോകുന്ന വരുന്നത് ഫുള്ള് തിരക്കേന റോഡ്. കേരളത്തിലോ ഇനിയിപ്പോൾ എല്ലാം ലോക്കാവും. ഒറ്റൊന്ന് പുറത്ത് കയറുന്നവർ പേടിപ്പിക്കുന്നു. മക്കളെ പേടിക്കണ്ട കേട്ടോ, ഞാനുണ്ട് കൂടെ. അത് സിറ്റി വില്ലേജ്. ഗുഡ് ബൈ.